40. ആത്മീയ രൂപാന്തരത്തിൻ്റെ വിശുദ്ധ സംഖ്യ. മനുഷ്യചരിത്രത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന സംഖ്യയാണ് 40. ഇത് ഒരു ഗണിതപരമായ കണക്കല്ല, മറിച്ച് ആത്മീയ രൂപാന്തരത്തിൻ്റെ ദൈവിക സമയപരിധിയാണ്. ശിക്ഷണം, ശുദ്ധീകരണം, പരീക്ഷണം, ഒരുക്കം, പുതിയ തുടക്കം ഇവയെല്ലാം ഈ സംഖ്യയിൽ പ്രതിഫലിപ്പിക്കുന്നു. വലിയ നോമ്പിൻ്റെ 40 ദിവസങ്ങൾ ഈ ബിബ്ലിക്ക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. നോഹയും ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടവും. മനുഷ്യപാപം ഭൂമിയിൽ നിറഞ്ഞപ്പോൾ ദൈവം ലോകത്തെ ശുദ്ധീകരിക്കാൻ 40 ദിവസം മഴ പെയ്യിച്ചു. പ്രളയം നാശം മാത്രമായിരുന്നില്ല, അത് നവീകരണത്തിനുള്ള വഴിയൊരുക്കലായിരുന്നു. നീതിമാനായ നോഹയുടെ കുടുംബത്തിലൂടെ ദൈവം ഒരു പുതിയ തുടക്കം സൃഷ്ടിച്ചു. ദൈവം അനുവദിക്കുന്ന പരീക്ഷണങ്ങൾ ശിക്ഷയ്ക്കായല്ല, ശുദ്ധീകരണത്തിനും പുതുക്കലിനുമാണ്. നോമ്പ് നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ നീക്കി ആത്മീയ നവജീവിതത്തിലേക്ക് നയിക്കുന്നു. മോശയും ദൈവ സാന്നിധ്യത്തിൻ്റെ 40 ദിനങ്ങളും. മോശ 40 ദിവസം സീനായ് പർവ്വതത്തിൽ ദൈവസാന്നിധ്യത്തിൽ ഉപവസിച്ചു. അതിനുശേഷമാണ് 10 കൽപ്പനകൾ ലഭിച്ചത്. ഈ കാലഘട്ടം ആത്മീയ ഏകാഗ്രതയുടെ സമയമായിരുന്നു. ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന സമയം. ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ആത്മീയ ഒരുക്കം ആവശ്യമാണ്. നോമ്പ് ദൈവസാന്നിധ്യത്തിൽ നിൽക്കാനുള്ള പരിശീലനമാണ്. ഇസ്രായേൽ ജനതയുടെ 40 വർഷത്തെ മരുഭൂമി യാത്ര. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായ ജനത 40 വർഷം മരുഭൂമിയിൽ സഞ്ചരിച്ചു. അത് ഒരു ഭൗമിക യാത്രയല്ല, അടിമ മനോഭാവത്തിൽ നിന്ന് ദൈവവിശ്വാസത്തിലേക്കുള്ള അന്തർയാത്രയായിരുന്നു. ദൈവം ചിലപ്പോൾ നമ്മെ വെറുക്കുന്നു. നശിപ്പിക്കാനല്ല, വളർത്താൻ. മരുഭൂമി പരീക്ഷണത്തിൻ്റെ സ്ഥലമെങ്കിൽ അത് ആത്മീയ പക്വതയുടെ ശാലയാണ്. ഏലീശായുടെ 40 ദിവസത്തെ യാത്ര. നിരാശയിൽ വീണ എലീശായെ ദൈവം ശക്തിപ്പെടുത്തി. ആ ശക്തി അവൻ 40 ദിവസം നടന്ന് ഹോറേബ് പർവ്വതത്തിലെത്തി. പ്രതിസന്ധികളിൽ ദൈവം നൽകുന്ന ആത്മീയ ആഹാരമാണ് മുന്നോട്ട് നമ്മെ നയിക്കുന്നത്. നോമ്പും പ്രാർത്ഥനയും നമ്മെ ക്ഷീണിപ്പിക്കുന്നതല്ല, ആത്മീയമായി കരുത്തേകുന്നതാണ്. നിനവയുടെ 40 ദിവസത്തെ മാനസാന്തരം. നിനവയ്ക്ക് 40 ദിവസത്തെ മുന്നറിയിപ്പ് ലഭിച്ചു. ജനങ്ങൾ ഉപവാസവും മാനസാന്തരവും സ്വീകരിച്ചപ്പോൾ ദൈവം ശിക്ഷ പിൻവലിച്ചു. ഉപവാസവും പ്രാർത്ഥനയും ദൈവകരുണയെ ആഹ്വാനം ചെയ്യുന്നു. യഥാർത്ഥ മാനസാന്തരം വിധിയെ അനുഗ്രഹമായി മാറ്റാം. യേശുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിവാസം. പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ് യേശു 40 ദിവസം ഉപവസിച്ചു. സാത്താൻ്റെ പ്രലോഭനങ്ങളെ അവൻ ദൈവവചനത്തോട് ജയിച്ചു. ആത്മീയ ജയം ഉപവാസത്തിലൂടെ, വചനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെയുമാണ്. വിശപ്പിനേക്കാൾ വലുത് ദൈവവചനമാണ്. പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസം. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം കഴിഞ്ഞു. ഭയത്തിൽ നിന്നും ദൗത്യത്തിലേക്കുള്ള പരിവർത്തനം ഈ സമയത്ത് നടന്നു. ദൈവ സാന്നിധ്യം ജീവിത ദൗത്യത്തെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ബൈബിളിലെ 40 എന്ന സംഖ്യ പരിവർത്തനത്തിൻ്റെ ദൈവീക സമയമാണ്. പ്രളയത്തിലെ 40 ദിവസം പാപത്തിൽ നിന്ന് നവീകരണത്തെയും, സീനായിലെ 40 ദിവസം ദൈവസാന്നിധ്യത്തിലെ ഒരുക്കത്തെയും, മരുഭൂമിയിലെ 40 വർഷം അടിമത്തത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള യാത്രയെയും, നിനവയുടെ 40 ദിവസം ശിക്ഷയിൽ നിന്ന് കരുണയിലേക്കുള്ള യാത്രയെയും, യേശുവിൻ്റെ 40 ദിവസം പ്രലോഭനത്തിൽ നിന്ന് ജയത്തിലേക്കുള്ള യാത്രയെയും, പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസം
ഭയത്തിൽ നിന്ന് ദൗത്യത്തിലേക്കുള്ള യാത്രയെയും ഓർമ്മിപ്പിക്കുന്നു. വലിയ നോമ്പിൻ്റെ 40 ദിവസങ്ങളും ഈ ആത്മീയ മാതൃകയുടെ തുടർച്ചയാണ്. ഇത് ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ കാലഘട്ടമല്ല, ആത്മാവിൻ്റെ നവീകരണത്തിൻ്റെ കാലമാണ്. കഷ്ടാനുഭവങ്ങളിലൂടെ മഹിമയിലേക്കും മരുഭൂമിയിൽ നിന്ന് വാഗ്ദാനങ്ങളിലേക്കും ക്രൂശിൽ നിന്ന് ഉയർപ്പിലേക്കും നയിക്കുന്ന ദൈവിക യാത്രയാണ് ഈ 40 ദിവസങ്ങൾ. അതുകൊണ്ട് നോമ്പ് ഒരു ആചാരമല്ല, മറിച്ച് പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ദൈവിക അവസരമാണ്.